ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 84,872 പേർ മല ചവിട്ടി. ശബരിമലയിൽ ഉച്ചഭക്ഷണമായി കേരള സദ്യ നൽകുമെന്ന് കെ ജയകുമാർ പറഞ്ഞു. എന്നാൽ ഇന്നു മുതൽ ഇത് കൊടുക്കുമെന്ന് അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കെ ജയകുമാർ പറയുന്നു. ശബരിമലയിൽ പ്രതിദിനം 80,000-ന് മുകളിൽ ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. വൈകിട്ട് 5 മണിവരെ 60,000-ന് മുകളിൽ ഭക്തർ സന്നിധാനത്തെത്തി. ഇന്നും നാളെയും സന്നിധാനത്ത് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 11 മണിക്ക് ശേഷം ഭക്തരെ 18ാം പടി കയറാൻ അനുവദിക്കില്ല. പോലീസിനു പുറമെ NDRF-ന്റെയും RIF-ന്റെയും പ്രത്യേക സംഘം നിരീക്ഷണത്തിനുണ്ട്. അതിനിടെ ശബരിമലയിൽ ഉച്ചഭക്ഷണമായി കേരള സദ്യ നൽകാൻ തീരുമാനമായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ഒന്നിടവിട്ട ദിവസങ്ങളിലാകും സദ്യ നൽകുക. എല്ലാ ദിവസവും എന്നുള്ളതൊന്ന് മാറി ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്നുള്ളതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ. കാരണം മറ്റത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് മാത്രമല്ല അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുമുണ്ടല്ലോ. അതുകൊണ്ട് അത് നിലനിർത്തുന്നു. പക്ഷേ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ എന്നുള്ള തീരുമാനം എടുത്തു. സന്നിധാനത്തെയും പമ്പയിലെയും തിരക്ക് പരിഗണിച്ചാകും നിലയ്ക്കലിൽ കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.